കൊതുക് കടി മൂലമാണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. പനി, തലവേദന, ജോയിന്റ് പെയിൻ, കണ്ണുവേദന എല്ലാം ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. പനി മാറിയാലും ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറാൻ സമയം കൂടുതൽ വേണം. ഒരിക്കൽ ഡെങ്കി വന്നാൽ പിന്നെ ഒരിക്കലും പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ രോഗാവസ്ഥ. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നു. അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടണം. പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കൂട്ടാൻ പപ്പായയുടെ ഇല ഉപയോഗിച്ച് സാധിക്കും. നമ്മുടെ പറമ്പുകളിൽ ധാരാളമുള്ള വസ്തുവാണ് പപ്പായ. പപ്പായയുടെ ഫ്രൂട്ട് പോലെ തന്നെ ഇലയിലും ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ള വസ്തുക്കൾ: ഒരു പപ്പായയുടെ ഇളം ഇല, 1 കപ്പ് വെള്ളം. പപ്പായയുടെ ഇല നന്നായി കഴുകി ചെറുതായി മുറിച്ച ശേഷം നന്നായി അരയ്ക്കുക. പിന്നീട് 1 കപ്പ് ചൂടുവെള്ളത്തിൽ അരച്ചു വെച്ച ഇല കൂടി ചേർത്ത് കലക്കി കുടിക്കുക. 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് ശീലമാക്കാം. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ അമിത നീര് വലിയാനും ഈ നാടൻ വിദ്യ ഏറെ ഫലപ്രദമാണ്. കൊതുക് കടിക്കാതിരിക്കാൻ. മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങി കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. കൊതുക് കടിക്കുന്നത് ഒഴിവാക്കുകയാണ് ഇത്തരം രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗം. ഇതിനുള്ള ചില വഴികളെക്കുറിച്ച് അറിയാം. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം യൂക്കാലിപ്സ് ഓയിൽ ചേർത്ത് കുളിക്കുക. ഈ ഗന്ധം കൊതുക് കടിക്കാതിരിക്കാൻ സഹായിക്കും. വിയർപ്പ് ഗന്ധം കൊതുകുകളെ ആകർഷിക്കുന്ന ഒന്നാണ്. വിയർക്കുന്നത് ഒഴിവാക്കാനുള്ള വഴികൾ തേടുക. ചെറുനാരങ്ങ കൊണ്ട് ശരീരത്തിൽ മസാജ് ചെയ്യുക. ചെറുനാരങ്ങയുടെ മണം കൊതുകിനെ അകറ്റും. കറ്റാർ വാഴയുടെ ജെല്ല് ദേഹത്ത് പുരട്ടുന്നതും കൊതുകിനെ അകറ്റും. അത്ര സുഖകരമായ ഗന്ധമല്ലെങ്കിലും വെളുത്തുള്ളിയുടെ ജ്യൂസ് ദേഹത്ത് പുരട്ടുന്നത് കൊതുകിനെ അകറ്റും. ടീ ട്രീ ഓയിൽ ദേഹത്ത് പുരട്ടുന്നതും ഇതേ ഗുണം തന്നെ തരും. കൊതുക് വല ഉപയോഗിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. കടുംനിറത്തിലെ വസ്ത്രങ്ങൾ കൊതുകിനെ ആകർഷിക്കുന്നതിനാൽ ഇത് ഒഴിവാക്കുക. ശരീരം മൂടുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൊതുകിന് വളരാൻ അനുകൂലമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒഴിവാക്കുക. ശുചിത്വം പാലിക്കുക.